ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. 44 ഇഞ്ച് ചെസ്റ്റുള്ള ഒരു ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് നമ്മൾ 90 സെൻറ്റിമീറ്റർ തുണിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിത് ലൈനിങ് പീസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ കണ്ടോ, നമ്മൾ ഇതുപോലെ ഈ ലൈനിങ് പീസ് അല്പം കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ലൈനിങ് പീസിനെ നേരെ ഇതുപോലെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു കേട്ടോ. ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുത്ത് നമ്മുടെ അടിവശത്തുള്ള തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുത്ത് നേരെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. നമുക്കിത് ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നു. നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ഈ ഒരു പീസ് നമ്മുടെ ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഉണ്ടോ, ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് നമ്മുടെ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടി 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമുക്ക് 15.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 16.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയാണ് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് 7.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള 4 ഇഞ്ച് കണ്ടോ, ഈ ഒരു 4 ഇഞ്ച് മാർക്കിൽ നിന്നാണ് നമ്മൾ 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കണ്ടോ, 7.25 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ 7.25 ഇഞ്ച് തന്നെ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു 7.25 ഇഞ്ച് കണ്ടോ. ഇവിടെയും നമ്മൾ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 48 ഇഞ്ച്. 48ൻ്റെ 4 12 ഇഞ്ച്. അപ്പോൾ നമ്മളവിടെ ആ ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി. ഇനി നമ്മുടെ ഇടുപ്പളവ് 40.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10 ഒരു പോയിൻറ്റും. ഇനി നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി 3/4 ഇഞ്ച്. അങ്ങനെ 10 പോയിൻറ്റും 3/4 10.25 പോയിൻറ്റും പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരിക. ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ഇവിടെ നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കം 7.25. അപ്പോൾ അതിൻ്റെ നേർപ്പകുതി 3.5 ഒരു പോയിൻറ്റിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ ആം ഹോള് കേട്ടോ ഇതുപോലെ വരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, ഇങ്ങനെ വരും. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്ക് വൈഡ് നമ്മൾ കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. നമ്മൾ അവിടെ നിന്ന് ആ ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു നമ്മുടെ ഷോൾഡറിൻ്റെ തുന്നത്തുണിക്ക് വേണ്ടി. അവിടെ നിന്ന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 9.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് കുറച്ച് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഇതുപോലെ പുറത്തേക്ക് നല്ല റൗണ്ട് ഷേപ്പ് എടുത്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. നമ്മളിവിടെ 4 ഇഞ്ച് കുറച്ച് ഇറക്കത്തിൽ 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റായിരിക്കും. നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് തയ്ക്കുന്നത്. ഈ ഒരു ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ 4.25 ഇഞ്ചാണ് കൊടുക്കുന്നത് ഉണ്ടോ. ഇവിടെയാണ് ഡാർട്സ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്ക് വരെ ഈ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടിയാണ് ഇനി നമ്മൾ ഈ ഒരു ആം ഹോൾ കട്ട് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇതുപോലെ മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുക കണ്ടോ. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഇവിടെ നമ്മൾ ആ ഒരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് വെക്കുന്നത് കണ്ടോ. നമ്മൾ ഇവിടെ കണ്ടോ 4 ഇഞ്ച് ഉള്ളിലേക്കാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ തുണി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച്
നമ്മളിവിടെ 7.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം. അപ്പോൾ നമ്മളിവിടെ ഒരു 7.25 ഇഞ്ച്, 4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഒരു ഫ്രണ്ട് നെക്കിൻ്റെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്ന് ഇതുപോലെ ഫ്രണ്ട് നെക്ക് ഇതുപോലെ വരഞ്ഞെടുക്കും. ഇങ്ങനെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒരു ലൈൻ കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു. കണ്ടോ, 1/4 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള 1/4 ഇഞ്ചാണത്. അത് കുറച്ച് മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു മുകളിലത്തെ മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കുക. കണ്ടോ, ഇതുപോലൊരു ലൈൻ കൊടുക്കും. ഇവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് വരികയാണ്. ഇനി നമ്മൾ ഈ ഒരു ആം ഹോളിൽ 1/4 ഇഞ്ച് കുറച്ചിട്ടുള്ള കൂടുതൽ കൂട്ടി വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ തുന്നത്തുണിയാണ് 1.25 ഇഞ്ച്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മളത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. കണ്ടോ, ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഒരു ആം ഹോളും കറക്റ്റായി നമ്മുടെ ബാക്ക് പീസിന് വേണ്ടി എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഈ 1/2 ഇഞ്ച് ഇറക്കി വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. ഈ ഒരു ബാക്ക് പീസ് നമ്മൾ എടുത്തു മാറ്റുന്നു. ഇനി നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി മുകളിലൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 11 ഇഞ്ചാണ്. 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് വൈഡ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 4.25 ഇഞ്ച്, ഒരു 4 ഇഞ്ച് കുറച്ച് 4.25 ഇഞ്ചിൽ വൈഡ് കൊടുത്ത് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വേണ്ടി ഇതുപോലെ വരയുന്നുള്ളൂ. ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 2.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ബോട്ടത്തിൽ നിന്ന് ഇവിടെ നിന്ന് 2.5 ഇഞ്ച് മുകളിലേക്ക് കൂടി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കും. ഇനി നമ്മൾ മുകളിൽ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു കോണിൽ നിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പീസ് കൂടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു പീസിൽ നിന്ന് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കി എടുക്കുകയാണ്. ഇതുപോലെ മടക്കി എടുക്കുന്നു. 2 സ്ലീവ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ വെച്ച് നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് ഇതുപോലെ മടക്കിയെടുക്കും. ഇത് ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ്.
കേട്ടോ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാനുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് 1/2 ഇഞ്ച് കൂട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ കൈയുടെ താവ് ലൈനിങ് പീസും കൂട്ടി തയ്ച്ചെടുക്കുന്ന തുന്നത്തുണിക്ക് വേണ്ടി. ഇനി നമ്മൾ ഇവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 4.25 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരയുന്നു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ആം ഹോളിൻ്റെ ലൂസ് കേട്ടോ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4/1 ഭാഗത്തിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. അപ്പോൾ ചെസ്റ്റ് അളവ് 44, അതിൻ്റെ 4/1 ഭാഗം 11 ഇഞ്ച്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 10 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ടേപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് ഇവിടെ നിന്ന് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 15 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 15ൻ്റെ നേർപകുതി 7.5 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയുകയാണ് കേട്ടോ. ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരയുന്നു. ഇനി നമ്മൾ ഈ ഒരു അളവ് കണ്ടോ, ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4/1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ച് കണ്ടെത്തിയിട്ടുള്ള അളവാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത്. നമ്മളിവിടെ ഷോൾഡറിൻ്റെ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ഒരു മാർക്കിംഗ് ആണ്. ഇനി നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണി ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെക്കുക കണ്ടോ. എന്നിട്ട് നമ്മുടെ കൈയുടെ മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോള് ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് കണ്ടോ നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ മാർക്കും സ്ലീവിൻ്റെ മാർക്കും കറക്റ്റായി കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ സ്ലീവിന് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ആ സ്ലീവ് കറക്റ്റ് നമ്മൾ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം കണ്ടോ, ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളൊരു കണ്ടോ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലൊരു പീസ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കണ്ടോ, നമ്മൾ ഈ ഒരു ഷേപ്പിന് വേണ്ടി മാത്രം ഇവിടെ ഇത് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബ്ലൗസ് പീസിൽ നിന്ന് നമ്മുടെ 90 സെൻറ്റിമീറ്റർ ബ്ലൗസ് പീസിൽ നിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് കണ്ടോ ഈ ഒരു ബ്ലൗസ് പീസ് നമ്മൾ 90 സെൻറ്റിമീറ്ററാണ് ഉള്ളത് കണ്ടോ, 90 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ബ്ലൗസ് പീസ് ഉള്ളത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ബ്ലൗസ് പീസിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുക്കുന്നു. നമ്മുടെ ബാക്ക് പീസ് നമ്മൾ ഇവിടെയാണ് വെക്കുന്നത് കണ്ടോ, ഈ ഒരു സൈഡ് സാധാരണ നമ്മൾ ഇവിടെയാണ് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാറ്. എന്നാൽ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. ഇപ്പോൾ നമുക്കിതുപോലെ സൈഡ് വശത്ത് നിന്ന് കട്ട് ചെയ്യുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് കേട്ടോ, ഈ ഒരു ഭാഗമാണ് ഫോൾഡിങ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പീസും ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. നമ്മുടെ നെക്കിൻ്റെ അകലം ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ചാൽ നെക്കിൻ്റെ അകലം കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വെക്കുക. ഇനി നമ്മുടെ സ്ലീവ് കേട്ടോ, ഈ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മുടെ സ്ലീവും ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ. സ്ലീവ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ ഇവിടെയും കറക്റ്റായി വെച്ച് കൊടുക്കുന്നു കണ്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ എല്ലാ പീസിൻ്റെയും സൈഡിൽ ഒരു അല്പം തുന്നത്തുണി വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇതുപോലെ മുഴുവനായും എല്ലാ സ്ഥലത്തും ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു ലൈനിങ് പീസും ഈ ഒരു ബ്ലൗസ് പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇവിടെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം
ഉണ്ടോ, ഇവിടെയൊക്കെ കറക്റ്റ് എക്സ്ട്രാ തുന്നി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ബാക്ക് പീസിന് വേണ്ടി കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവും കട്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.